Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റിൻ്റെയാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രക്കും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അരക്കപ്പ് റവ വെച്ചിട്ടാണ് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് 2 ടീസ്പൂൺ നെയ്യ് മതിയാവും. അപ്പോൾ നിങ്ങൾ റവയുടെ അളവ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നെയ്യിൻ്റെ അളവും കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യ് നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് ഈ ഒരു നെയ്യിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ. തീ കുറച്ച് വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇത് കളറൊന്നും മാറാതെ ഈ ഒരു വെള്ള നിറത്തിൽ തന്നെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു റവ നല്ലപോലെ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു അരക്കപ്പോളം ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ അരക്കപ്പ് റവയിലേക്ക് 1/4 കപ്പ് അളവിലാണ് പാൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി കിട്ടിയാൽ നമുക്ക് ബാക്കിയുള്ള 1/4 കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പാലൊക്കെ ഇതിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു റവയിലെ പാലൊക്കെ വറ്റിയിട്ട് നല്ലപോലെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കരുത്, അങ്ങനെയാണെങ്കിൽ അത് ചൂട് മാറിക്കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു പാൻ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരക്കപ്പ് അളവിൽ പഞ്ചസാരയും അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നാരങ്ങനീരാണ്. അപ്പോൾ ഈ ഒരു പഞ്ചസാര സിറപ്പ് തണുത്ത് കഴിഞ്ഞാൽ കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 1 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള റവയുടെ ചൂടൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നല്ല രീതിയിൽ കുഴച്ചെടുത്തൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊരല്പം ഓയിലാക്കി കൊടുത്ത ശേഷം ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് കട്ടിയിലും ആവാൻ പാടില്ല, അതുപോലെ തന്നെ തീരെ തിന്നായിട്ടും ആവാൻ പാടില്ല. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് പകരം ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ അടപ്പിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം ഒരേ രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് മാത്രമേ ഞാൻ കൈ വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. നമുക്കിത് ചെറിയ ചൂടാകുമ്പോൾ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. ആദ്യം തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വശം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയ ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആയപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇവിടെ നല്ലപോലെ ഒരു വശം ആയ ശേഷം ഞാനിവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറുവശവും അതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് ബ്രൗൺ നിറായിട്ട് ഓവറായിട്ട് മൊരിയിപ്പിച്ചെടുക്കൊന്നും വേണ്ട. ഇതിൻ്റെ ഉൾഭാഗമൊന്ന് വെന്ത് കിട്ടുന്ന അത്രയും സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് തന്നെ മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഷുഗർ സിറപ്പിൽ ഇട്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് പിടിക്കൂല.
അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഷുഗർ സിറപ്പൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പൊക്കെ ഇതിൽ പിടിക്കും. ഞാനിത് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടൊക്കെ ഒന്ന് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു 1-2 മണിക്കൂർ ഇതിലിട്ട് വെക്കണം. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 വശം ഒരുപോലെ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് പിടിക്കും. അപ്പോൾ ഞാനിതിവിടെ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല കിഡിലൻ ടേസ്റ്റാണ്. നമ്മൾ വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്